അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി കേരളം സന്ദർശിച്ചു. തിരുവനന്തപുരത്ത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് എന്തെല്ലാം വെടിക്കെട്ട് വീരവാദങ്ങളാ BJP പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചടക്കിയാൽ 50 ദിവസത്തിനകം പ്രധാനമന്ത്രി വരും, പിന്നെ വികസന രേഖ, വികസന പദ്ധതി, പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കും. ഒന്നും സംഭവിച്ചില്ല. യാതൊരു പ്രഖ്യാപനവും നടത്തിയില്ല. എല്ലാവരുടെയും പ്രതീക്ഷകളെ അസ്ഥാനത്തായിക്കൊണ്ട് പതിവ് ശൈലിയിൽ പ്രസംഗമൊക്കെ ആറ്റി അദ്ദേഹം മടങ്ങിപ്പോയി. എന്നെ അത്ഭുതപ്പെടുത്തിയത് അതൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രി ഇത്തരമൊരു സന്ദർശനം നടത്തുമ്പോ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയവും അല്ലാത്തതുമായ കാര്യങ്ങളൊക്കെ പ്രസ്താവിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും അതെ. ഇപ്പൊ ഒരുപക്ഷെ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ ഒന്ന് മണിപ്പൂർ പ്രശ്നം തന്നെയാണ്. 2 വർഷമായി മണിപ്പൂർ കത്തുകയാണ്. ഇക്കഴിഞ്ഞ ദിവസവും സായുധരായ കലാപകാരികൾ തട്ടിക്കൊണ്ടുപോയ ഒരു യുവാവിനെ വെടിവെച്ചു കൊന്നു. എന്ന് പറഞ്ഞാൽ സായുധ സംഘങ്ങൾ ഇപ്പോഴും അവിടെ സ്വൈര്യവിഹാരം നടത്തുന്നു എന്ന് തന്നെയാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ ക്രമസമാധാനം ആകെപ്പാടെ തകരാറിലാണ് എന്നർത്ഥം. അക്കാര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഒരു ഉത്തരവാദിത്വവുമില്ലേ? അതിനേക്കാൾ ദയനീയമായ കാര്യം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം അന്ന് കൂട്ടബലാത്സംഗത്തിനിരയായ ഒരു പെൺകുട്ടി മരണത്തിന് കീഴടങ്ങി. 2 വർഷത്തെ ദയനീയമായ സഹനത്തിന് ശേഷം ആ പെൺകുട്ടിയും ഇന്ത്യക്കാരി തന്നെയാണ്, ഇന്ത്യയിലെ ഒരു പൗരയാണ്. അവർക്ക് നീതി ലഭിച്ചോ? അവർക്ക് ന്യായമായ അവകാശങ്ങളില്ലേ? അതാര് പരിഗണിക്കുന്നു? എവിടെ? അങ്ങനെ നമ്മൾ നേടുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതിനെപ്പറ്റിയൊന്നും അദ്ദേഹം വാ തുറന്നില്ല. പതിവ് ശൈലിയില് അല്പം ജാതിയും വർഗീയവും ഒക്കെ അലർത്തി ഒരു പ്രസംഗവും കാഴ്ച അദ്ദേഹം മടങ്ങിപ്പോയി. ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് മനോരമ ഉൾപ്പെടെയുള്ള മുഖ്യധാരാ പത്രങ്ങളൊക്കെ എഴുതി പ്രധാനമന്ത്രി വരുന്നു, അതിവേഗ റെയിൽവേ പ്രഖ്യാപിക്കാൻ പോകുന്നു, ശബരി റെയിൽവേ പ്രഖ്യാപിക്കാൻ പോകുന്നു. ഒന്നും സംഭവിച്ചില്ല. വന്നു മനോരമ എന്ന് പറയുന്നത് വെറും തള്ളിസ്റ്റ് പത്രമായി മാറുകയാണ്. മറ്റൊരു പത്രങ്ങളെയും പോലെ ഒരു വിശ്വാസിയും ഇല്ലാത്ത. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് റൺ ബേബി റൺ എന്ന സിനിമയില് നമ്മുടെ ബിജുമേനോൻ പറയുന്നുണ്ട്, ഉണ്ടത്രേ. ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ഒരു ഉണ്ടത്രേ തട്ടിയാൽ മതി. ഇത് ഉണ്ടത്രേ പോലുമല്ല. അതിവേഗ റെയിൽവേ പ്രഖ്യാപിക്കാൻ പോകുന്നു. പിന്നെ ഇതെല്ലാമോ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പ്രസ്താവിക്കാമോ മനോരമ പോലും? പക്ഷെ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ചിരകാല ആവശ്യങ്ങളിലേക്കൊന്നും അദ്ദേഹം കടന്നില്ല. എയിംസ് മുതൽ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നീണ്ട ലിസ്റ്റ് കിടക്കുകയാണ്. എവിടെ? ഇതൊക്കെ ആര് പരിഗണിക്കാനാ? ഓർക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനത്തില് 27% കേന്ദ്രം തരുമ്പോ 73% കേരളത്തിന്റെ സംഭാവനയാണ്. ബീഹാറിലാണെങ്കിൽ നേരെ തിരിച്ച്